ഇപ്പൊ എന്തായാലും അനുമോളൊക്കെ പിന്തള്ളിയിട്ട് വേറെ ചില മത്സരാർത്ഥികൾ എന്തായാലും ഒന്നാം സ്ഥാനത്തേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട്. നമുക്കറിയാം 7 ആൾക്കാർക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് ആണ് എന്തായാലും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ 7 ആൾക്കാരിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആർക്കാണ്, അതുപോലെ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിപ്പോൾ 7 സ്ഥാനത്തേക്ക് ആരാണ്, മറ്റു മത്സരാർത്ഥികളുടെ നിലവിലെ സ്റ്റാറ്റസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇതെല്ലാം അൺഒഫീഷ്യലി സ്പ്രെഡ് ആവുന്ന ഡാറ്റാസിന്റെ ബേസിൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ ആദ്യമേ പറയുന്നതാണ്. കാരണം ഇത്തരത്തിൽ ഒരുപാട് ഡാറ്റാസ് എന്തായാലും സ്പ്രെഡ് ആവുന്നുണ്ട്. അതിനകത്ത് ഒരു പരിധിവരെ ശരിയാണെന്ന് പേഴ്സണലി എനിക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്ന ഡാറ്റാസിന്റെ ബേസിൽ മാത്രമാണ് ഞാൻ എന്തായാലും ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ സ്പ്രെഡ് ആവുന്ന പല ഡാറ്റാസിന്റെ നമ്മൾ അക്കൗണ്ട്സ് എടുത്തിട്ട് ഇത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും പല മത്സരാർത്ഥികളെയും ഫോക്കസ് ചെയ്തിട്ട് അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്ന ചില അക്കൗണ്ട്സിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ചില ഡാറ്റാസ് സ്പ്രെഡ് ആവുള്ളത്. സോ അതെല്ലാം ഇത്തരത്തിൽ PRസിന്റെ കണക്ഷൻ ആണെന്നുള്ള പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. സോ അത്തരത്തിലുള്ള ഡാറ്റാസിന്റെ ബേസ് ചെയ്തിട്ടും നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വീഡിയോസും തയ്യാറാക്കാറില്ല. എന്നാൽ ഈ 7 ആൾക്കാരിനകത്ത് നിലവിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച് 7 സ്ഥാനത്ത് നിൽക്കുന്നത് സാബുമാൻ ആണ്. അദ്ദേഹത്തിന് താരതമ്യേന മറ്റുള്ള മത്സരാർത്ഥികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വോട്ടിംഗ് കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് സാബുമാനെ ഇഷ്ടമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതും ജിയോ സ്റ്റാർ വഴി തന്നെ കയറി എന്തായാലും വോട്ട് ചെയ്യുക. ഓക്കെ, എന്നാലും 6 സ്ഥാനത്തേക്ക് നെവിനാണ്. നെവിനും താരതമ്യേന മറ്റു മത്സരാർത്ഥികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വോട്ടിംഗ് കുറവാണ്. ഈ ആഴ്ചയിൽ നിന്നല്ല, ശരിക്കും പറഞ്ഞപ്പോൾ അവിടെ ഉള്ള മറ്റു മത്സരാർത്ഥികൾ തന്നെ നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ള, നല്ല രീതിയിൽ സപ്പോർട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ്. സോ അപ്പൊ അതിനകത്ത് ഡൊമിനേറ്റ് ചെയ്ത് വരിക, നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും 5 സ്ഥാനത്തേക്ക് എന്തായാലും നൂറ വന്നിട്ടുണ്ട്. നൂറക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നതാണ് ഇന്നലേക്ക്. പക്ഷെ ഇന്നിപ്പോ എന്താ ഒരു സപ്പോർട്ടിനകത്ത് കുറച്ച് ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാറി മറിയുന്ന നിമിഷങ്ങൾ മതി ഒരുപക്ഷെ ഒരു 1 സ്ഥാനത്തേക്ക് ഒരു 100 എത്തിപ്പെടുക എന്നൊക്കെ പറയുന്നത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമുക്കറിയാം വോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു വോട്ടിങ്ങിന്റെ ബേസിലൊക്കെയാണ് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നത്. എന്നാലും 4 സ്ഥാനത്ത് നിൽക്കുന്ന അക്ബറാണ്. അക്ബറിന് അത്യാവശ്യം മറ്റു മത്സരാർത്ഥികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഇപ്പൊ നല്ല രീതിയിൽ വോട്ടിംഗ് കിട്ടി മുകളിലേക്ക് എന്തായാലും വരുന്നുണ്ട്. ഇപ്പൊ നിലവിൽ 4 സ്ഥാനത്താണ് എന്തായാലും അക്ബർ ഉള്ളത്. അതുപോലെ തന്നെ 3 സ്ഥാനത്ത് ആര്യനാണ്. ആര്യൻ നമ്മൾ ഇന്നലെ സംസാരിച്ചാണ് നല്ല രീതിയിലൊരു വോട്ടിംഗ് ആര്യൻ ലഭിക്കുന്നുണ്ട്. കാര്യം നമുക്കറിയാം ജിസയിലൊക്കെ പോയതിനു ശേഷം ആര്യൻ നല്ല രീതിയിൽ ആക്റ്റീവായി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിയുടെ ആ ഒരു ഫൺ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഗെയിംസ് ആയിക്കോട്ടെ എല്ലാം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സോ ഈ പറയുന്ന ആര്യനും നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 2 സ്ഥാനത്തേക്കാണ് എന്തായാലും അനുമോള് പോയിട്ടുള്ളത്. അനുമോൾ 1 സ്ഥാനത്ത് തന്നെ നിന്നിരുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു അനീഷ് കുറച്ചും കൂടി ഡൊമിനേറ്റ് ചെയ്ത് അനുമോളെക്കാളും കുറച്ച് വോട്ടിങ്ങിൽ മുന്നോട്ട് വരികയും നിലവിൽ 1ാമതായിട്ട് അനീഷ് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഇതിൽ ആര് കപ്പടിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് അപ്ഡേറ്റ്സും സിനിമ റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്.